ഇത് കണ്ടില്ലേ നിങ്ങൾ? കുറച്ച് പേർ കൂടുന്ന സ്ഥലങ്ങളിലും അതേപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പല പള്ളികൾക്ക് മുമ്പിലും സഹായം അഭ്യർത്ഥിച്ച് പലരും വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും വന്നവരെ നിരാശപ്പെടുത്താതെ കയ്യിൽ ഉള്ളതിൽ നിന്ന് പലരും നൽകുന്നവരാണ്. എന്നാൽ വന്ന് നിൽക്കുന്നത് കൊണ്ടോ സഹായം നൽകുന്നതിനെ കുറിച്ചോ അല്ല പറയാൻ പോകുന്നത്. പക്ഷേ ഈ കൊച്ചു കുട്ടികളെയും കൊണ്ട് വരുന്നതിലാണ് നമുക്ക് അമർഷവും ദുഃഖവും പറയാനുള്ളത്. ഇത്തരക്കാർ കുഞ്ഞുങ്ങളെയും വരുന്നതിൻ്റെ കാരണങ്ങൾ ഈ കുട്ടികളെ മുഖത്ത് നോക്കിയാലെങ്കിലും എന്തെങ്കിലും തരും ജനങ്ങൾ എന്നൊരു തോന്നലായിരിക്കാം. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചും ചെയ്തു, ഈ കുഞ്ഞുങ്ങളുമായിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചെങ്കിലും കൂടിയിട്ട് ശരിയായൊരു മറുപടിയല്ല കിട്ടിയത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊച്ചു പ്രായത്തിൽ തന്നെ ഈ കുട്ടികളുടെ ഭാവി വളർച്ചയിൽ കൈ നീട്ടി സംഭാവന വാങ്ങുന്ന ഇവർ കണ്ട് പഠിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അവർ പഠിച്ച് വലുതായി അവരുടേതായ ബുദ്ധി വികസനം കൊണ്ട് ആ വളരുന്ന മക്കൾ കൈ നീട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ വന്ന് നിന്ന് ഈ കുട്ടികളെയും കൊണ്ട് വന്ന് നിന്ന് ഈ കൈ നാട്ടുന്നത് അവർ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം ആ വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി ഓർത്ത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്തരക്കാർ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് കൈ നീട്ടുന്ന ഒരു ട്രെയിനിങ് ആയി ഒരു പരിചയമായി വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇതുപോലെ പല ബസ് സ്റ്റേഷനുകളിലും കാണാം. ഇത്തരം സ്ഥലങ്ങളിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികളുമായി ഇത്തരം കൈ നീട്ടുന്ന ഒരു സമ്പ്രദായം കഴിൻ്റെ പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ മനസ്സിലുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്നുള്ള മനസ്സ് നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് അവരെ ഒന്ന് ഉപദേശിച്ച് വിടാൻ നമ്മുടെ ഇതുപോലെ മസ്ജിദുകളിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അത് മറ്റു പൊതുവേദികളിലൊക്കെ കാണുന്ന പൊതു ഇടങ്ങളിലൊക്കെ കാണുമ്പോൾ അവരെ ഒന്ന് ഉപദേശിച്ച് പറയാനും കൂടി ഒരു സന്നദ്ധ മനസ്സ് കാണിക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.